ഇതേ ഇച്ചിരി ഗോതമ്പ് കഞ്ഞിയാണേ. ഗോതമ്പെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന സൂചി ഗോതമ്പാണ്. നല്ല കേട്ടോ. മുഴുവൻ ഗോതമ്പ് വാങ്ങിയിട്ട് മുഴുവൻ ഗോതമ്പ് വാങ്ങിയിട്ട് ഒരു അര നാഴി എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് തണുത്തതിന് ശേഷം ഒന്ന് മിക്സിയിലിട്ട് അടിച്ച് എടുത്ത് വെച്ച ഗോതമ്പാണേ കഞ്ഞി വെച്ചിരിക്കുന്നത്. ഇതാ കണ്ടോ, നല്ല ടേസ്റ്റാണ് കേട്ടോ കുടിക്കാനായിട്ട്. പിന്നെ അതിൻ്റെ കൂടെ ചെയ്യേണ്ടത് എന്തെന്ന് പറഞ്ഞാൽ ഒരു ഇച്ചിരി തേങ്ങ ഒന്ന് ചിരികിയതിന് ശേഷം ഒന്ന് നല്ലവണ്ണം ഇച്ചിരി ചെറിയ ചൂട് വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് ഒന്ന് ഞെരടിയെടുക്കുക. അപ്പോൾ ഈ തേങ്ങയുടെ കൊത്തും തേങ്ങാപ്പാലും എല്ലാം കൂടെ ഇതിൽ നല്ലവണ്ണം മിക്സായി കിട്ടും. എന്നിട്ട് അതിനെ നമ്മൾ കഞ്ഞിയിലോട്ട് ഈ ഗോതമ്പിലോട്ട് ഒഴിച്ചിട്ട് ഒന്നുകൂടെ നല്ലവണ്ണം വേവിച്ചെടുത്താൽ മതി. ഭയങ്കര ടേസ്റ്റാണ് ഇത് കുടിക്കാനായിട്ട്. ഗോതമ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ സൂചി ഗോതമ്പിനെക്കാട്ടിയും ടേസ്റ്റാണ്. നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങുന്ന മുഴുവൻ ഗോതമ്പ് വാങ്ങിയിട്ട് ഒരല്പം എടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്തിട്ട് നമ്മൾ കഞ്ഞി വെച്ച് നോക്കിയാൽ ഭയങ്കര ടേസ്റ്റാണ്. ഇതിന് കറി ഒന്നും വേണ്ട. ഒരു ചെറിയൊരു അച്ചാറോ ഒരു ചുട്ട പപ്പടമോ മാത്രമായാലും മതി. ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ സൂചി ഗോതമ്പ് വയ്ക്കുന്നതിനേക്കാളും ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ ഈ ഗോതമ്പ് വാങ്ങിയിട്ട് ഇതാണ്ടോ അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും നല്ല വെള്ള ഗോതമ്പായിരുന്നു. ഞാൻ കുറച്ച് തേങ്ങയും തേങ്ങാപ്പാലോട് കൂടി ഒഴിച്ചിട്ട് നോക്കിക്കേ എന്താ ടേസ്റ്റ് എന്നറിയാമോ. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഗോതമ്പ് വാങ്ങുവാണെങ്കിൽ ഒരല്പം മാറ്റി വെച്ച് ഒരു കഞ്ഞിക്ക് നിങ്ങളൊന്ന് റെഡിയാക്കി എടുക്കണേ. ഓക്കെ, ഭയങ്കര ടേസ്റ്റാണ്. ഓക്കെ, ബൈ.